ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മലയാളം പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇതിലോട്ട് വരാം. നമ്മളിന്ന് ലാസ്റ്റ് ഒരു മണിക്കൂർ വലിയൊരു ഈ നമ്മളെ നാടൻ ഭാഷ പറയട്ടില്ല, ഉത്തരാടപ്പാച്ചിൽ കേട്ടില്ലേ, ഉത്തരാടപ്പാച്ചിൽ എന്ന് പറഞ്ഞ പോലായിരുന്നു നിഫ്റ്റി. ഇന്ന് ഓണപ്പാച്ചിലായിരുന്നു അവസാനത്തെ ഒരു മണിക്കൂർ. അപ്പം രാവിലെ തുടങ്ങിയതിന് ശേഷം അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ 24,142 നമ്മുടെ തലവര. ഇതാണെങ്കിൽ ഡിസൈഡ് ചെയ്യുന്ന വര തലവര എന്ന് പറഞ്ഞു. ഇതിന് മുകളോട്ടാണെങ്കിൽ മുകളോട്ട്, താഴോട്ടാണെങ്കിൽ താഴോട്ട്, അല്ലേ? മാർക്കറ്റ് രാവിലെ നേരെ പോയി ഓപ്പൺ ചെയ്തു, നേരെ താഴെ വന്നു, കൃത്യമായിട്ട് 24,142 വന്ന് തട്ടി. ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല, നേരെ തിരിച്ചു പോയി വീണ്ടും നമ്മുടെ ഇന്നലത്തെ റെസിസ്റ്റൻസിൽ, ഇന്നലെ നമ്മളൊരു ടെമ്പററി റെസിസ്റ്റൻസ് വരച്ചിട്ടുണ്ടായിരുന്നു, അവിടെ പോയി തട്ടി മാർക്കറ്റ് തിരിച്ചു വന്നു. അപ്പം ഇവിടെ ഒരു പക്ഷെങ്കിൽ ആരെങ്കിലുമൊക്കെ ട്രേഡ് എടുത്ത് കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ട്രേഡ് എടുത്ത് മാന്യമായി പ്രോഫിറ്റ് കിട്ടിയവർ രാവിലെ അതുകൊണ്ട് 9:30-10 മണിയാകുമ്പോൾ വീട്ടിൽ പോകാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 10 മണിക്ക് മുന്നേ വീട്ടിൽ പോയവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും, കിട്ടിയത് വാങ്ങിച്ചുകൊണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ബോക്സിനകത്ത് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് മുകളോട്ട് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ബോക്സിനകത്ത് മാർക്കറ്റ് കയറിയില്ല, ഇവിടെ നേരെ തിരിച്ചു വന്നു, ഒരു ലോ ഉണ്ടാക്കി, ഇല്ലേ? ഒരു ലോ ഉണ്ടാക്കിയതിന് ശേഷം അവിടുന്ന് മാർക്കറ്റ് വീണ്ടും തിരിച്ചു കയറി കൃത്യമായിട്ട് നമ്മൾ വരച്ച നമ്മളുടെ ടെമ്പററി റെസിസ്റ്റൻസിൽ തട്ടി മാർക്കറ്റ് അവിടുന്ന് വീണ്ടും റിവേഴ്സ് ചെയ്തു. മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്തു വീണ്ടും 24,142 താഴെ പോയപ്പം ഞാൻ കുറേ തിരക്കിലായിരുന്നു. എങ്കിലും അതിൻ്റെ ഇടയിൽ ഞാൻ ഒരാവശ്യത്തിനോട് വീട്ടിൽ വന്നപ്പോൾ പെട്ടെന്ന് കയറി നോക്കിയപ്പം ഈ സ്ട്രക്ചർ വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇതൊരു ലോയാണ്. ഈ ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഒരു ടെമ്പററി ലൈനൊക്കെ വരച്ചിട്ടിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് ഒരു ക്രൂഷ്യൽ ലെവലായിരിക്കും. ഇതിന് താഴെ 15 മിനിറ്റ് നേരം നിലനിന്നാലേ നമുക്ക് 24.80, 24.40 ഒക്കെ കാണാൻ പറ്റൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യും. എപ്പോഴായാലും മാർക്കറ്റ് ഓരോ പ്രാവശ്യം താഴോട്ട് വരുമ്പോഴും ഒരു റിവേഴ്സൽ ടെൻഡൻസി മാർക്കറ്റിൽ കാണും എന്ന് ഞാൻ ഗ്രൂപ്പിൽ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു, അല്ലേ? അതിന് ശേഷമാണ് മാർക്കറ്റ് ഇവിടുന്ന് കുറേ ആടി കളിച്ച് മാർക്കറ്റ് ഇവിടുന്ന് നേരെ തിരിച്ച് നമ്മുടെ ഓപ്പണിംഗ് റേഞ്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വന്ന് റീടെസ്റ്റ് ചെയ്തു. 24,142 വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി. മുകളിലോട്ട് കയറിപ്പോയി ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന നിമിഷത്തെ ഇന്ന് മന്ത്ലി എക്സ്പയറി ചെയ്യുന്നത്. അപ്പം പൊസിഷൻസ് ധാരാളം റോൾ ഓവർ ചെയ്യേണ്ടവർ കാണും, പിന്നെ പൊസിഷൻസ് കട്ട് ചെയ്യേണ്ടവർ കാണും, റോൾ ഓവർ ചെയ്യേണ്ടവർ, അങ്ങനെ പലവിധ ലാസ്റ്റ് ഒരു മണിക്കൂറിൽ ഭയങ്കര ഹംഗാമായിരിക്കും മന്ത്ലി എക്സ്പയറി ചെയ്ത്. അപ്പം അവിടെ ഹ്യൂജ് വോളിയം ആയിരിക്കും. ചിലപ്പോൾ മാർക്കറ്റ് ഒരു സൈഡിലോട്ട് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അത് മന്ത്ലി എക്സ്പയറി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം ഇത്രയും വലിയ ഒരു മൂവ്മെൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അല്ലാതെ എന്തെങ്കിലും പ്രത്യേകിച്ച് ന്യൂസോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഈ പാച്ചിലിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഇത് പോയി തട്ടി നിന്നത് എവിടെയാണ്? നമ്മൾ വരച്ച ഒരു ടെമ്പററി ലൈന് ബോക്സിനകത്തുണ്ട്. ആ ടെമ്പററി ലൈൻ തട്ടിയാണ് മാർക്കറ്റ് നിന്നത്. ഇനിയും CASന് ശേഷം CAS ക്ലോസിങ് വന്നതും നമ്മളുടെ ബോക്സിൻ്റെ ടോപ്പ് വരയിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസിങ് ചെയ്തേക്കുന്നത്. അപ്പം എല്ലാം നമ്മുടെ വരകളൊക്കെ വളരെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തു. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഈ ഒരു പോക്കിൻ്റെ ഇതിൻ്റെ പിന്നിലെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മന്ത്ലി എക്സ്പയറി ആയിരുന്നു. അപ്പോൾ പൊസിഷൻസ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ പൊസിഷൻസ് ധാരാളം റോൾ ഓവർ ചെയ്യേണ്ടതും പൊസിഷൻ എക്സിറ്റ് ചെയ്ത് പുതിയ പൊസിഷൻ എടുക്കുന്നവരും ഒക്കെ ധാരാളം ആൾക്കാർ കാണും. നമ്മൾ ഇന്നത്തെ FISൻ്റെ പൊസിഷൻ നോക്കിയാലും 90% നിന്ന് അവർ യാതൊരു ചലനവും അവർക്ക് ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനു വേണ്ടി കയറി ഇത്രയും ഇവിടുന്ന് ഇവിടം വരെ 142 334 ഏകദേശം 200 പോയിൻറ്റിൻ്റെ ഒരു റാലിയാണ് നമ്മുടെ ഈ ക്രൂഷ്യൽ 142 സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഈ റാലി പങ്കെടുത്തവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അത് എനിക്കൊരു വായിച്ച് കേൾക്കുമ്പം ഒരു സന്തോഷം അത്ര മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർ, ഞാൻ ഇനി ആരും നിർബന്ധിക്കത്തില്ല, ഒരു മനുഷ്യനെയും നിർബന്ധിക്കത്തില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നും നിർബന്ധിക്കത്തില്ല. കാരണം ഇന്നെനിക്ക് വളരെ വേദനാജനകമായൊരു കാര്യമുണ്ടായി. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാം, നിങ്ങൾ കേൾക്കാൻ വേണ്ടി. കാരണം നമ്മുടെ മലയാളികളുടെ ആ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഇരയായ ഒരാളുടെ കാര്യം ഞാനീ പറഞ്ഞു. ഞാൻ
യൂട്യൂബിൽ ഞാൻ ഒരാൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുടെ പേരെന്ന് പറയുന്നത് കാണുന്നതാണ്. ഞാൻ കാണുന്നത് അപ്പോൾ കാരണം പുള്ളി സ്റ്റോക്കുകളെ പറ്റി ധാരാളം നല്ല രീതിയിൽ അനലൈസ് ചെയ്തൊരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹം സാധാരണ ഇതിൽ 1-2 സ്റ്റോക്കുകളെ പറ്റിയായിരിക്കും ഒരു വീഡിയോയ്ക്ക് അതിൽ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പം അത് ആ വീഡിയോ കാണാൻ പുള്ളി ധാരാളം ഒരു 1-2 കൊല്ലം പുള്ളിയുടെ വീഡിയോകൾ പുറകോട്ട് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ പുള്ളി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോം ചെയ്യാത്ത സ്റ്റോക്കുകളും ഉണ്ട്. അപ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് തന്നെ പുള്ളിയുള്ള വീഡിയോ ഞാൻ ചിലപ്പം നിങ്ങൾക്ക് ആളെ മനസ്സിലാവുമായിരിക്കും. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 5, 6, 7, 8K ഒക്കെ കണ്ട വീഡിയോകളുണ്ട് അദ്ദേഹത്തിൻ്റെ. കാരണം അദ്ദേഹം എന്ന് പറയുന്ന സ്റ്റോക്കുകളൊക്കെ നല്ല മൾട്ടി ബാഗർ അല്ല നല്ല റിട്ടേണുകളൊക്കെ കൊടുത്ത സ്റ്റോക്കുകളായിരുന്നു. ഞാൻ ഇപ്പോൾ കുറേ നാളായി പക്ഷേ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ കാര്യം മറിച്ചിട്ടപ്പോൾ പുള്ളിയുടെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ഞാൻ നോക്കിയപ്പോൾ പുള്ളി 2 ദിവസം മുന്നേ ഇട്ട ഒരു വീഡിയോ, ആ വീഡിയോയുടെ വ്യൂസ് എന്ന് പറയുന്നത് ഏതാണ്ട് 300-400 വ്യൂസാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 300-400 വ്യൂസാണ് ആ പുള്ളി ഇട്ട വീഡിയോയ്ക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ഇത് എന്താ സൂചിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാലത്ത് അല്ല ഗുണം വരുന്ന സമയത്ത് മലയാളികളെല്ലാം നമ്മുടെ കൂടെ കാണും. പക്ഷേങ്കിൽ ഒരു മോശപ്പെട്ട സമയത്തുണ്ടല്ലോ ഒരുത്തരും കാണുകയില്ല. ഞാനിങ്ങനെ വളരെ ഓപ്പണായിട്ട് പറയാം, നിങ്ങൾക്ക് സൗകര്യമുള്ളവരെന്നെ കേട്ടാൽ മതി, ഉള്ള കാര്യം പറയുകയാണല്ലോ. മോശപ്പെട്ട സമയത്ത് നമ്മളെപ്പോഴും ഒരാളെ കൈപിടിച്ച് ചേർത്ത് നിർത്തേണ്ടത് എപ്പോഴാണ്? ഒരു മോശപ്പെട്ട സമയത്താണ്. നല്ല കാലത്ത് ധാരാളം ആൾക്കാർ കാണും. ഒരു മോശപ്പെട്ട സമയത്താണ് നമ്മൾ ഒരാളെ, അപ്പോൾ ഞാൻ അതായത് മാത്രമല്ല പറയുന്നത്, മൊത്തത്തിലുള്ള കാര്യം പറയുന്നത്. അപ്പോൾ അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ കഷ്ടിച്ച് 1000 പേര് കണ്ടാലേ, മറ്റേ നമ്മുടെ വീഡിയോ 3000 പേരൊക്കെ കണ്ട ദിവസങ്ങളുണ്ട്, 2000 മിനിമം കാണുന്ന ദിവസങ്ങളുണ്ട്, 1500, 1700, 1800 പേര് മിനിമം കാണുന്ന ദിവസമുണ്ട്. ഇപ്പം വന്ന് വെറും 1000 പേര് മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് ഒരു പരാതിയില്ല, ഞാനിതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് വെറും 150-200 വ്യൂസ് മാത്രമേ എനിക്കുള്ളായിരുന്നു. ആ വ്യൂസിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും വന്നത്. ഇപ്പോൾ 1000 ഓക്കെ, എന്താണോ ഉള്ളത് അതിൽ ഞാൻ സംതൃപ്തനാണ്. എനിക്കതിനകത്ത് പരാതിയില്ല. കാരണം ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ആയുസ് ഇന്നോ നാളെ വരെ മാത്രമേ കാണത്തുള്ളൂ. ഞാൻ നാളെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ എനിക്ക് കിട്ടുന്നത് $2-3 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സമ്പന്നനാകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാനത് പറഞ്ഞത് മാത്രമല്ല, നമ്മുടെ മലയാളികളുടെ സ്വഭാവം. കാരണം ഗുണമുണ്ടാകുമ്പോൾ മാത്രം കൂടെ നിൽക്കുകയും അല്ലാത്തപ്പം തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ചെയ്യുന്ന, അല്ലെങ്കിൽ നിഷ്കരണം തള്ളിക്കളയുന്ന സ്വഭാവമാണ് നമുക്കുള്ളത്. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഈ ഒരു യാത്ര എന്താണ്, ഞാൻ വിശ്വസിക്കുന്നില്ല എന്തെങ്കിലും ന്യൂസിൻ്റെ പുറത്തോ അല്ലെ വേറെ എന്തെങ്കിലും ഗുഡ് ന്യൂസിൻ്റെ പുറത്തോ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നില്ല, ഒരു പക്ഷേ തെറ്റായിരിക്കാം. നാളെ ചിലപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഈ ബോക്സിൻ്റെ തൊട്ടും മുകളിലാണ് സംഭവിക്കുന്നത്. പക്ഷെ ഞാനിങ്ങനെ പറയുന്നതിന് അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ പുറകോട്ടൊന്ന് പോയി നോക്കാം. നോക്കി എപ്പോഴൊക്കെ ഓക്കെ നിങ്ങൾ നോക്കിക്കോ, എപ്പോഴൊക്കെ ഇതുപോലെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ടോ, ഇവിടം വരെയാണ്, ഇവിടുന്ന് ഇവിടം വരെയാണ്, ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയാണ് കുതിച്ചുചാട്ടം. ഓക്കെ, ഈ എപ്പോഴൊക്കെ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ പിറ്റേ ദിവസം ഈ മാർക്കറ്റ് വീണിട്ടുമുണ്ട്. ഞാനിതുപോലെ പല എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതൊരു ഗ്യാപ്പ് അപ്പാണ്. അതിനുശേഷം നേരെ ഡ്രാസ്റ്റിക്കായിട്ട് മാർക്കറ്റ് താഴെ വീണു. ഒരു സെക്കൻഡ് ഞാൻ വേറെ കാണിക്കും. ഇതൊക്കെ CAS ക്ലോസിംഗ് ആണ്. CAS ക്ലോസിംഗ് മുകളിൽ വന്നു, അതിനുശേഷം നേരെ മാർക്കറ്റ് തിരിച്ചായിട്ട് വന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെ രാവിലെ ഗ്യാപ്പപ്പിൽ അല്ല CAS ക്ലോസിംഗ് മുകളിലാണ്, വലിയ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് നേരെ താഴെ പോയി. ഇവിടെ നോക്കിക്കേ, അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴൊക്കെ അതാ നോക്കിക്കേ, ഇപ്പം നമ്മൾ ഇന്നത്തെ സെയിം സിനാരിയാണ് ഈ കാണുന്നത്. ലാസ്റ്റ് 1 hourലോ 1.5 മണിക്കൂറിലോ ഒരു വലിയ മൂവ്മെൻറ്റ് നടത്തിയതിന് ശേഷം പിറ്റേ ദിവസം തലയും കുത്തി നേരെ താഴോട്ട് പോവുക. ഇവിടെ നോക്കിക്കേ, നേരെ താഴോട്ട് പോവുക. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഇപ്പം മാർക്കറ്റിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് കാരണം ഇതിനൊരു അടിസ്ഥാനമില്ല. അതാണ് ഞാൻ വായിച്ചെടുത്തൊന്നും ഒരു അടിസ്ഥാനം ഞാൻ കണ്ടില്ല. ഇനി എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നാളെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഈ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, താഴോട്ടിറങ്ങി വരണം എന്ന് പറഞ്ഞ് രാവിലെ ചാടിക്കയറി AM P ഇടാനല്ല ഞാൻ പറയുന്നത്. മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. നാളെ ഒരു ഫ്രഷ് കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കി കണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ ട്രേഡ് എടുക്കുക. നാളെ ഫ്രഷ് കോൺട്രാക്റ്റ് ആണ്. രാവിലെ ഭയങ്കര ഹംഗാമയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വോളറ്റിലിറ്റി ആയിരിക്കും. അതുകൊണ്ട് ഒരു 10-15 അരമണിക്കൂറോ 3/4 മണിക്കൂറോ മാറി இருந்தாലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ആദ്യത്തെ ആ പോക്കിന് കിട്ടുമ്പം എന്തെങ്കിലും മേടിച്ച് പോക്കറ്റിട്ടുണ്ട്
മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി നമുക്ക് ഡെയിലി നമ്മുടെ ക്യാൻഡിലോട്ടൊന്ന് വരാം. ഡെയിലി ക്യാൻഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ വന്നു തട്ടി, മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് റിവേഴ്സ് ചെയ്തു. ഓക്കെ, റിവേഴ്സ് ചെയ്തപ്പോൾ ഞാൻ എന്താണ് ഡെയിലി ബേസിൽ പറഞ്ഞേക്കുന്നത്, ഈ 24,309 മുകളിൽ നമുക്ക് നല്ല രീതിയിലൊരു ക്ലോസിങ് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകും. ഇവിടെ നമുക്ക് 24,334 എന്ന് പറഞ്ഞ ക്ലോസിങ് കിട്ടി. 334 ക്ലോസിങ് കിട്ടി. 309 നമ്മുടെ വര. ജസ്റ്റ് അതിൻ്റെ മുകളിൽ വന്ന് ക്ലോസിങ് കിട്ടും. പക്ഷേ ഈ ക്ലോസിങ് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ക്ലോസിങ് ആണ്. ബട്ട് ഇന്ന് എക്സ്പയറി ആയിരുന്നു. നമുക്ക് നാളെ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ, ഈ മാർക്കറ്റ് ഫർദറായിട്ട് അപ്സൈഡ് പോകും എന്നുള്ളൊരു കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഈ 309 മുകളിൽ നമുക്കൊരു ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടണം. നല്ല രീതിയിൽ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 24,600 അടുത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. 24,309 മുകളിൽ നമുക്ക് നാളെ ക്ലോസിങ് കിട്ടിയാൽ, കയ്യാലപ്പുറ തേങ്ങ ഡോജി ഒന്നും ആയിരിക്കില്ല, നല്ല രീതിയിലൊരു ബോഡിയുള്ളൊരു ക്യാൻഡിൽ നമുക്കിതിന് മുകളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദറായിട്ടൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതാണ് ഡെയിലി വൈസിൽ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം. അപ്പോൾ ഇനിയും നമുക്ക് ഞാനിപ്പോൾ ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞു. അല്ല, ഇനി ഇവിടുന്ന് ഫർദറായിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിലും ഇത് 24,376 വെരി സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ 15 മിനിറ്റ് നേരം, ഈ 24,376 മുകളിൽ 15 മിനിറ്റ് നേരം മാർക്കറ്റ് തന്നാൽ നമ്മൾ 24,500 കാണും, ഷുവറാണ്. ഇതിൻ്റെ മുകളിൽ 15 മിനിറ്റ് നേരം നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,500 കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടുന്ന് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് 24,267 ഒരു സപ്പോർട്ടായിരിക്കും. ഈ സപ്പോർട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബോക്സ് ആയിരിക്കും. ബോക്സിന് ഉള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 24,142. ഇതൊക്കെയാണ് നാളത്തെ ലെവലുകൾ. ഓക്കെ, ഇനിയിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ അടുത്ത ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ റിലയൻസിനെ നോക്കണം. അതുപോലെ തന്നെ പിന്നെ വേറെ HDFCയെ നോക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ HDFC ഒന്നും ഇന്ന് ഒരു രീതിയിലും ഇന്ന് പെർഫോം ചെയ്തില്ല. ICICI ബാങ്കാണ് ഇന്ന് പെർഫോം ചെയ്ത്. എന്തായാലും നാളെ ഇവരുടെയൊക്കെ നാളെ ഫ്രഷ് കോൺട്രാക്റ്റാണ്. അപ്പോൾ ഫ്രഷ് കോൺട്രാക്റ്റ് ആകുമ്പം HDFCയിലും റിലയൻസിലും ഒക്കെ എന്താണ് സംഭവിക്കുന്നത്, പുതിയൊരു ബൈ മൊമെൻറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കി മാത്രം നിഫ്റ്റിയുടെ ട്രെൻഡ് നിശ്ചയിക്കുക. നിഫ്റ്റിയുടെ നമുക്കൊരു ട്രെൻഡ് ഉണ്ടല്ലോ, ആ നിഫ്റ്റിയുടെ ട്രെൻഡ് നിശ്ചയിക്കുന്നത് ഈ HDFCയിലും റിലയൻസിലും ഒക്കെ വരുന്ന ഒരു ബൈ മൊമെൻറ്റം വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അതുപോലെ IT സെക്ടറിലും ഒരു ബൈ മൊമെൻറ്റം ഇപ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ്. ഇവിടെ ഒരു ബൈ മൊമെൻറ്റം വരുന്നുണ്ടോ നോക്കി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകും. എന്തായാലും നാളെ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മാത്രം പുതിയ ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ക്രൂഡൊന്നും വലുതായിട്ടൊന്നും വീണിട്ടൊന്നുമില്ല. നമുക്ക് ക്രൂഡ് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ ക്രൂഡൊക്കെ താഴെ പോകണം. പക്ഷേ ക്രൂഡ് പോലും $2.5 മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, താഴെ പോയിട്ട് വലുതായിട്ടൊന്നും താഴെ നിന്ന് പോയിട്ടില്ല, അങ്ങനെ ഡ്രാസ്റ്റിക്കായിട്ടൊന്നും വീണിട്ടില്ല. അപ്പം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗോൾഡും വീണത് അതുപോലെ തന്നെ തിരിച്ചു കയറിയിട്ടുണ്ട്. വീണ ഗോൾഡ് അതുപോലെ തന്നെ തിരിച്ചു കയറി. ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പണ്ട് നിഫ്റ്റി പോകുന്ന വഴിക്കായിരുന്നു ഗോൾഡ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനല്ല പോകുന്നത്, ട്രെൻഡ് മാറി. നിങ്ങളിതൊക്കെ മനസ്സിലാക്കുക. എത്ര പേര് മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിനകത്തിൽ ഇതുപോലെ തന്നെ കൊടിമരം പോലെ നിൽക്കുകയാണ്. നമുക്ക് ഫർദറായിട്ട് നോക്കുവാണെങ്കിൽ ഈ 15-21 കടക്കണം. 15-21 കടന്നെങ്കിൽ മാത്രമേ മിഡ് ക്യാപ്പിനകത്തിൽ പുതിയ മേഖലകൾ, പുതിയ ടാർഗറ്റുകൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 521 കടക്കാത്തിടത്തോളം കാലം മാർക്കറ്റിൽ എപ്പോഴും മിഡ് ക്യാപ്പിൽ സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 908 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതൊക്കെ ഈ ലൈനൊക്കെ ടെമ്പററി നമ്മൾ വരച്ചിട്ടേക്കുന്നതാണ്. ഇത് വേണ്ട, കളഞ്ഞേക്കാം, അത് പോട്ടെ. ഓക്കെ, ഇതും വേണ്ട, ഈ ഒരു ലൈൻ വേണ്ട, ചുമ്മാ അത് വെറുതെ ലൈനിൽ വരച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഈ 908 ബ്രേക്ക് ചെയ്യുന്നത്, 908 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 14,848 കാണാം. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു NGയുടെ ലെവലും ക്രൂഡിൻ്റെ ലെവലും ഒക്കെ ഞാൻ പറയാമെന്ന് ഒരു ദിവസം പറഞ്ഞിരുന്നു. ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. NG നമുക്ക് ഓൾറെഡി നമ്മൾ അപ്പുറത്തൊരു ഗ്രൂപ്പ് ഉണ്ട് ഈ കമ്മോഡിറ്റിക്ക് വേണ്ടി. എങ്കിലും ജസ്റ്റ് ഞാൻ ഇവിടെ ഈ പറയുമ്പോൾ ഡോളറിലായിരിക്കും ഞാൻ പറയുന്നത്. എനിക്ക് അതുമായിട്ട് വലിയ അത് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല.
ഓക്കെ, അപ്പോൾ എപ്പോഴും ഡോളറിലായിരിക്കും ഞാൻ എപ്പോഴും ചാർട്ട് വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ നോക്കി 83.42 മുകളിൽ ക്രൂഡ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ തലങ്ങൾ പുതിയ മേലോട്ട് കിട്ടും. ഇല്ല, ഈ 80-24 മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ 80-24 മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ കൂടുതലും ഈ ട്രേഡ് ചെയ്യുമ്പോഴേ നിങ്ങൾ ഈ കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ കഴിവതും ലൈൻ ചാർട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതിനെപ്പറ്റി ഞാൻ പിന്നെ വേറെ ദിവസം പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ലെവലുകൾ നോട്ട് ചെയ്ത് വെക്കുക. US ഓയിൽ, അതുപോലെ നാച്ചുറൽ ഗ്യാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഗ്യാസ് പിന്നെ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. നാച്ചുറൽ ഗ്യാസ് ഞാനിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഞാൻ എടുത്തായിരുന്നു, 1000 രൂപ കിട്ടി ഞാൻ ഇറങ്ങി. ഓക്കെ, അത് കൂടുതൽ എനിക്ക് വേണ്ട. അപ്പം എന്നാൽ നോക്കിക്കുക, ഇപ്പം കൃത്യമായിട്ട് നമ്മൾ നേരത്തെ ഇപ്പോഴും വരച്ച വരയല്ല, പണ്ട് വരച്ചിട്ട് വരയാണ്. ആ വരയിൽ തട്ടി മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് നമുക്ക് 265 കിട്ടും. ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ 265 എന്ത് സംഭവിക്കാൻ നോക്കുക. താഴോട്ടാണെങ്കിൽ താഴോട്ട്, മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട്. ഓക്കെ, ഇതാണ് NGയുടെ ഒരു വര. പിന്നെ ഗോൾഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഗോൾഡ് വന്ന വഴി തന്നെ വെച്ചടിച്ച് കയറുകയാണ്. ഒന്ന് വീണായിരുന്നു, ഒന്ന് കുനിഞ്ഞായിരുന്നു ഇല്ലേ. അതിനുശേഷം നമുക്കിനിയും ഗോൾഡിൻ്റെ ടാർഗറ്റ് ഉള്ളത് 4783 ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ 4783. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇതിവിടെ നിൽക്കട്ടെ. അപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ വരും. ഇവിടെ വന്നതിന് ശേഷം ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് 4783 കിട്ടും. ഇല്ലെങ്കിൽ നേരെ തിരിച്ച് താഴോട്ട് വീണ്ടും ഈ ലെവലിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് മൂന്നുമാണ്. ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ട്രേഡ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം ഉപകാരപ്പെടും. ധാരാളം ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എല്ലാവരും ഓണം അടിച്ച് പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഓണാശംസകൾ. അതോടൊപ്പം തന്നെ നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ കൂടെ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.